ബിസ്മില്ലാഹി തവക്കലത്തു അലല്ലാഹി എന്ന് പറഞ്ഞിട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങാല്ല. അതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ആലോചിച്ചിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ല പേടിച്ചിട്ടല്ല, നമ്മളെന്തായാലും ചെയ്താൽ സക്സസ് ആണല്ലോ. എന്താ സക്സസ് ആവാണ്ട്? വേറൊരു കാര്യം ഉണ്ടെന്നാ. വേറെന്താണ്? ഇത്തിരി പൈസയും കിട്ടും, ഇത്തിരി പ്രശസ്തിയും കിട്ടും. എന്താ രാഷ്ട്രീയമല്ല, അതൊക്കെ എല്ലാവരും നിർത്തണല്ലേ. ഇതേ നമ്മുടെ മറ്റേ സത്യനാഥനാശാനില്ലേ കവിതയൊക്കെ എഴുതണേ? സത്യനാഥൻ എന്ന് പറയുന്നത് കവിത എഴുതണ ആ ബൂക്കാട് വീടിന്റെ അപ്പുറത്തുള്ളത്. കവിത എഴുതിയൊക്കെ ആർക്കാണ് ഞങ്ങൾ കാശ് പരിക്ക് കവിത എഴുതണല്ല, അവനൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലായ? അതിലൊരു ചെറിയ പയ്യന് വേണം, 10-15 വയസ്സുള്ള, നമ്മുടെ മോനെ പോലത്തെ. അവനെ അഭിനയിപ്പിക്കുകയും ചെയ്യാം. അതിൽ അവന്റെ വാപ്പാടെ ഒരു വേഷമുണ്ട്, ഒരു മുസ്ലിം വേഷം, അത് ഇക്കാക്കും ചെയ്യാം. ആരൊന്നും ചെയ്താൽ ശരിയാവും. നാടകം എത്ര ചെയ്തിട്ടുള്ളതാണ്. നാടകം ചെയ്തിട്ടുണ്ടെങ്കിലോ റഹസ്യം സമ്മതിക്കൂലടാ. അതൊക്കെ ഭയങ്കര. ഞാനോട് നമുക്ക് ഒരു ആയുസേ ഉള്ളൂ. നമ്മളിവിടെ ജീവിച്ചിരുന്ന ഒരു തെളിവ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് രക്ഷപ്പെടണം. ഇതൊന്നും കയറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. 1.5 ലക്ഷം രൂപ നമ്മൾ ചെലവാക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 5-6 രൂപ ആകണതാണ്. ഇവൻ നമ്മുടെ കൂടെ നിന്നിട്ട് ആ ചെലവ് കാശ് മാത്രം ഒരു 1.5 ലക്ഷം രൂപ നമ്മൾ മുടക്കിയ സാറ്റലൈറ്റ് വിൽക്കുമ്പോൾ തന്നെ ആ കാശ് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടിയ 1.5 രൂപ കിട്ടിയ അങ്ങനെ കിട്ടുമോ? അങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ കാണുന്ന അനുസരിച്ചിട്ട് ഇതിൻ്റെ കളക്ഷൻ വരും. അത് നിങ്ങൾ പപ്പാതി എടുത്തോ. അതിൻ്റെ ഒരു 10% എന്നെ പെടുത്തി വെച്ചാൽ മതി. എവിടുന്നപ്പോ ഈ കായ് ഉണ്ടാക്കുക? ഈ 1.5 ഉറുപ്പ്യൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടുന്ന് 1.5 രൂപ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ വലിയ കാശൊന്നുമല്ല. നിർമ്മാണം പരീക്കുട്ടി പുള്ളാളിയാണ്. ലോകം മുഴുവൻ കാണും. ഇത് കയറി വൈറലായാലുള്ള അവസ്ഥ അറിയാം നോക്കാക്ക്. പിന്നെ നിങ്ങളുടെ ആ പഴയ കാലത്തെ കല തന്ന് തട്ടിപ്പൊക്കി എടുക്കുക. അഭിനയിക്കാൻ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ മോനിക്കും അഭിനയിക്കാലോ. അവനൊരു അവസരം കിട്ടണല്ലേ? അതെ, എന്നാലും ഇപ്പൊ അത് 1.5 ലക്ഷം ഉറുപ്പ്യ. ഞാൻ ഇങ്ങനത്തെ ഒരു പയ്യൻ മറ്റേ സെബാസ്റ്റിന്റെ മോനുണ്ടാവും. അല്ലടാ നിക്ക് വരട്ടെ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നമുക്കൊരു ചായ കുടിക്കാം. രണ്ട് ചായ എടുത്താണിട്ടോ. അവളുടെ കഴിക്കാനുള്ള വെള്ളയപ്പം തീർന്നാ? അപ്പൊ ഒരപ്പം നോട്ടെ. കേൾക്കണ്ടേ? കഴിക്കുന്നേ വേണ്ട വേണ്ട വേണ്ട, ഇത്തിരി പഞ്ചസാര പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കാട്ടോ. ആലോചിക്കാതെ അല്ലെങ്കിൽ വേറെ ആളുകള് എന്തിനും ചില്ലറ കിട്ടിയിട്ടേ ഞാനത് പറയാം. 2 ദിവസം കഴിട്ടെ. സംഭവം എനിക്ക് കൈവിട്ട് കളയാനൊരു പേടി, കാരണം വേറെ ആളുകൾ അത് കൊണ്ടുപോയാ. അല്ല, എനിക്കൊരു കുറച്ച് കായ് വരാനുണ്ട്. അപ്പൊ ഞാൻ അതൊന്നും ഇങ്ങനെ കിട്ടിയിട്ടല്ലാണ്ട്. ചെക്കൻ ചെയ്തോളൂല്ലേ? പറഞ്ഞു അവൻ ചെയ്യും. പിന്നെ ഓനക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്. അതാണ് ഞാൻ എപ്പോഴും ഇതൊക്കെ കാണുമ്പോ അങ്ങനെ പറയണേ. ഞാൻ ഇവന് ഈ സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോ തന്നെ അവന്റെ മുഖം എന്റെ മനസ്സിൽ വന്നു. പിന്നെ ഒരു കാര്യമുണ്ട്. ചായ അല്ലാന്നേ വേറൊരു കാര്യം. ഒരു കാര്യം പറഞ്ഞിട്ട് മുമ്പ് തിരക്കുണ്ടാക്കല്ലേ. അതെ, നിങ്ങളുടെ ഒരു അനുജന്റെ സുരേഷ് ഓന്റെ വീഡിയോ ഓർക്കാത്ത? ഈ വീടിന്റെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ ഇന്റെ ടൈലർ ഷോപ്പില്ലേ, അതിന്റെ അപ്പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഷട്ടർ ഉണ്ടല്ലോ, അത് ഞാൻ ഓനിക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നല്ലോ. അപ്പൊ മൂപ്പര് അതിന്റെ ഒരു അഡ്വാൻസ് ഒക്കെ തന്നു. പിന്നെ 1 മാസം വാടകയും തന്നു. ഇനിയിപ്പോ ഒരു 3 മാസമായിട്ട് ആ ബൈക്കിട്ട് കടക്കണമില്ല, ആളെ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ ആ ഷട്ടറൊക്കെ തുൻപ് പിടിക്കാറായി. എന്താ ചെയ്യേണ്ടത്? അവൻ എന്റെ അനിയനാന്നറിയാവോ? അതൊക്കെ എനിക്കറിയാം. കട വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് ചോദിച്ചുകൂടായോ? ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോഴത് ചെയ്യാതെ ഇപ്പൊ വന്നിട്ട് വാടക തരുന്നില്ല, കട തുരുമ്പെടുക്കുമെന്ന് പറഞ്ഞാൽ ഞാനെന്തോ ചെയ്യാന? അവനോട് പോയി ചോദിക്കണം. അല്ല, അതല്ലാതെ നിങ്ങളെ അനുജനാച്ചിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തത്. എന്താ മൂപ്പരുടെ നിലപാട്? മൂപ്പരുടെ നിലപാടെന്ന് വെച്ചാൽ ഈ കട തുടങ്ങാനാണെന്നും പറഞ്ഞ് ബാങ്കിൽ നിന്ന് ഒരു 3-5 ലക്ഷം രൂപ എടുത്ത്, എന്നിട്ട് കട തുടങ്ങാതെ അത് നാടക കമ്പനി തുടങ്ങി. ഇപ്പൊ നാടകവും ഇല്ല, കടയില്ല. ശരി, ഉള്ളത് പറയണമല്ലോ. ആ നാടകത്തിലെ സകലമാന നടീനടന്മാരുടെയും ഡയലോഗ് എൻ്റെ അനിയന് കാണാൻ പാടാം. പക്ഷെ അവന്റെ ഒരു ഒറ്റ ഡയലോഗ് അവനെടുത്തു. നാടകമില്ല, പൊട്ടി നാടകം. കട വേറെ ആർക്കും വേണേ കൊടുക്കാട്ടെ, പാർട്ടി ഉണ്ട്. അതാ നല്ലത്. പിന്നെ ഒരു കാര്യം, അവൻ എനിക്കൊരു ഉപകാരം ചെയ്തു. എന്താണ്? അവൻ അവന്റെ നാടകത്തിന്റെ സിനിമാ പോസ്റ്റർ ഉണ്ടല്ലോ, എന്റെ കടയുടെ മുമ്പിൽ കൊണ്ടു ഒട്ടിച്ച്. ഷോക്കാട്. ഷോക്കാട്. അമ്മക്ക് ഇത് വല്ലതും അറിയാവോ? ചായ കുടിക്കാൻ വന്ന 2 പേര് ചോദിച്ച് ഇത് നിങ്ങളുടെ അനിയനാണെന്നു. ഒരു ഗമയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് ആണെന്ന്. അവന്മാര് പറഞ്ഞ ചെറിയ ചേട്ടന്റെ കണ്ണു പൊട്ടിപ്പോയി. എന്തോ ഒരു ചെറിയായിരുന്നു. പിന്നെ നാടകം പൊളിഞ്ഞ് സംശയിട്ടോ.
അത് ശരി. ഇപ്പൊ വേറെ പണിക്കൊന്നും പോവില്ല? ഒരു പണിക്കും പോവില്ല. എന്നാ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞാ നീ കടയിൽ വന്ന് എന്നെ സഹായി. ആര് വന്നാലും നമ്മൾ ഒരു വൈകിട്ട് ഒരു 1,500 രൂപ കൊടുക്കണമല്ലോ. അതെ അതെ. തല്ലി കൊന്നാൽ അവൻ ഈ കടയ്ക്കകത്തോട്ട് കയറത്തില്ല. അവന്റെ സ്വഭാവം. അപ്പൊ ഒരു പണിയെടുത്ത് ജീവിക്കാനുള്ള ഉദ്ദേശം മൂപ്പർക്ക് ഉദ്ദേശം അവനില്ല. ഇപ്പൊ ഞാനാണല്ലോ കുടുങ്ങിയത് ഗോപാലട്ടാ. ജോസഫ് വേറെ ആരെങ്കിലും നോക്കാം, അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടെന്താ കാര്യം? അതെ, ഓർത്തങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ. ഓനോടൊരു കാര്യം പറയാൻ നിങ്ങൾ കണ്ടാല് ഞാനൊന്ന് വിളിച്ചാ ഫോണൊന്നും എടുക്കാൻ പറയും, ഇല്ലെങ്കിൽ ഓനോടൊന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയും. വരിയൻകുട്ടി ഒരു കാര്യം ചെയ്യും, അവനെ കാണുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറ. അവന്റെ ശബ്ദം കേട്ടിട്ടുണ്ട് എത്ര നാളായി. അല്ല, ആളോടാണ് പറയണം. ഈ ജാതി ആൾക്കാരുടെ അടുത്ത് വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ജാതി വർത്താനം പറയുന്നത്. അതിനൊരാളുണ്ടാക്കി കിട്ടോ, അല്ലാണ്ട് ഇപ്പൊ ഇവനോ ഒഴിപ്പിക്ക്. പാർട്ടിയുണ്ട്, എത്ര പേരാ റൂം അന്വേഷിച്ച് നടക്കണം. എന്തൊക്കെ ചെയ്യാ? കുറച്ച് ദിവസം കൂടി നോക്ക്, എന്നിട്ട് പറ്റില്ല വേറെ ആളെ കാണിച്ചിട്ടെ. അത് വേണം. ഇതിങ്ങനെ ഇട്ടെന്താ കാര്യം? അല്ലാതെ നമുക്ക് എന്തെങ്കിലും പരിപാടി ആലോചിച്ചാൽ വേണ്ട ഇക്കാ കിട്ടുന്ന വാടക എന്റെ കയ്യിൽ കിട്ടിക്കോട്ടെ. അതെ, ഞാൻ ഒന്ന് പീടിയേക്ക് പോകാട്ടാ. ഞാൻ വന്നേക്കണ്ട്. ഒരു സ്ഥലം കാണിക്കാനുണ്ട്. അതെ, ആ പറഞ്ഞ കാര്യേ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് ഇന്ന് തന്നെ പറയണേ. എവിടെയാടാ നീ അന്തം വിട്ട് പോകുന്നത്? ഒന്ന് പറഞ്ഞിട്ട് പോ. നിങ്ങൾ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. നാട്ടിലെ നൊട്ടിന്നോണി ആദ്യം അറിയുന്ന ആളാണ് നമ്മളെ വാസുട്ടി ആശാരി. വാസുട്ടി ആശാരിക്ക് ഒരു അപകടം പറ്റി. അപകടം പറ്റിയോ? ആക്സിഡന്റാ? ആക്സിഡന്റ് ആണെന്ന് കഴിഞ്ഞൊരു അന്തസ്സുണ്ട്. പിന്നെ ഒന്ന് മാറി ഒന്ന് പറഞ്ഞിട്ട് പോടാ. രാജാ, നീ അറിഞ്ഞില്ലേ നമ്മുടെ വാസുട്ടിക്ക് ഒരു ആക്സിഡന്റ്? എവിടെ വച്ചാണെന്നൊന്നും എനിക്കറിയില്ല. വല്ല കാറോ ലോറിയോ വല്ലോ കയറി ഇറങ്ങിയെന്നാണ് അവൻ പറഞ്ഞത്. അതാണ് കാസർഗോഡ് അന്തം വിട്ട് പോയതല്ലേ? അതെ അതെ അതെ. അയ്യോ, ഞങ്ങൾ ഇന്നലെ ഒരുപാട് സമയം പച്ചക്കറി കട വെച്ച് കണ്ട് സംസാരിച്ചതാ. അപ്പോഴൊക്കെ അവര് പറയാനുള്ള മരണത്തെ കുറിച്ചായിരുന്നു തന്നെ. ജോസൂട്ടി, എന്റെ ആശാനെ കണ്ടില്ല. പുള്ളിപ്പോ ചായ കുടിച്ചിട്ട് കട തുറക്കാൻ വേണ്ടി പോയല്ലോ. എന്താടാ? ഒരാവശ്യത്തിന് കാണിക്കില്ല. എന്താ കാര്യം? നീ ഇങ്ങോട്ട് വന്നേ. ഞാനാ? ഇങ്ങോട്ട് വാ. എന്താടാ? വാ.